നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി ചെറുമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 3 വർഷം മുമ്പാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത്. ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് മറ്റൊരാൾ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓടിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പുറകിലെ ചായ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴി മൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ ആമിന സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. ലഹരി മാഫിയയെ പിടികൂടാൻ സഹായിച്ചതിന് പ്രതികാരം. ആനായ്ക്കലിൽ DYFI പ്രവർത്തകർക്കു നേരെ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണം. കണ്ണിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനായ്ക്കൽ വകയിൽ വീട്ടിൽ വർഗീസിന്റെ മകൻ ആന്റണി, കൊട്ടാരപ്പാട് വീട്ടിൽ സജീവന്റെ മകൻ സജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ആന്റണിയും സജീഷും വരുന്ന വഴിയിൽ മാരകായുധങ്ങളുമായി പതിയിരുന്ന സംഘം ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ആക്രമണത്തിൽ സജീഷിന്റെ തലയിൽ വെട്ടേൽക്കുകയും കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോക്സോ, കഞ്ചാവ് കേസുകളിൽ പ്രതികളായ സജീഷ്, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരിക്കേറ്റവർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ സംഘത്തിൽപ്പെട്ട അദീബ് എന്ന യുവാവ് ലഹരി ഉപയോഗിച്ച് ഈ മേഖലയിൽ വ്യാപകമായി അക്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിച്ചത് DYFI പ്രവർത്തകരായ ആന്റണിയും സജീഷുമായിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആയുധങ്ങളുമായുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. സംഭവത്തിൽ പരിക്കേറ്റവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള 50 നാളുകൾ വ്രതാനുഷ്ഠാനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്വയം നവീകരണത്തിലൂടെയും വിശ്വാസി സമൂഹം പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിനായി ഒരുങ്ങും. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുമ്പുള്ള പ്രധാന സംഭവങ്ങളിലൂടെയാണ് ക്രൈസ്തവർ ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. 40 ദിവസത്തെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയും തുടർന്ന് പടയാളികൾ ക്രിസ്തുവിനെ പിടികൂടി പിലത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നതും ജനക്കൂട്ടത്തിന്റെ ആവശ്യാർത്ഥം കുരിശുമരണത്തിന് വിധിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടും. കുരിശു വഹിച്ചുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ഗാഗുൽത്ത മലയിലേക്കുള്ള ദൈവപുത്രന്റെ യാത്രയും ഇരുവശങ്ങളിൽ നാട്ടിയ കുരിശുകളിൽ കള്ളന്മാർക്കൊപ്പം മധ്യേയുള്ള മരക്കുരിശിൽ മരണം വരിച്ചതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ ത്യാഗനിർഭരമായ സംഭവങ്ങളിലൂടെ കടന്നുപോയാണ് 50 ദിനരാത്രങ്ങൾ നീണ്ട വലിയ നോമ്പാചരണത്തിന് സമാപനമാകുക. വെള്ളറക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ ദുരന്തമൊഴിവായി. ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. ആദൂർ മദ്രസ പള്ളിക്കടുത്ത് വെച്ചാണ് ഓട്ടുപാറ സ്വദേശി കേളംപുലാക്കൽ കുഞ്ഞുമോന്റെ ഒമിനി വാനിന് തീപിടിച്ചത്. കർട്ടൻ ബിസിനസ് നടത്തുന്ന വാഹനമായിരുന്നു. കാറിൽ ഡ്രൈവർ കുഞ്ഞുമോനെ കൂടാതെ 4 പേർ കൂടി ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കുഞ്ഞുമോനൊഴികെ മറ്റുള്ളവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. വശത്തൊതുക്കി നിർത്താനായി വാൻ പതുക്കെയാണ് ഓടിച്ചിരുന്നത്. ഈ സമയത്ത് വാഹനത്തിന്റെ അടിയിൽ നിന്ന് തീ വരുന്നത് കണ്ട് കുഞ്ഞുമോൻ ഇറങ്ങിയോടി. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും നാട്ടുകാരുടെ സഹായത്താൽ മോട്ടോർ അടിച്ച് വെള്ളമൊഴിച്ചതിനാൽ ഒമിനി വാൻ മുഴുവനായി കത്തിയില്ല. ഇവിടെയുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറും തീയണയ്ക്കാൻ ഉപയോഗിച്ചു. ജനവാസ കേന്ദ്രമായതിനാൽ ഒമിനി വാൻ കത്തിയത് ആശങ്കയ്ക്കിടയാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. നിലവിൽ 22 കുട്ടികളാണ് അൻസാർ ആശുപത്രിയിലുള്ളത്. ഇന്നു രാവിലെ 2 കുട്ടികൾ കൂടി ചികിത്സ തേടി ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം, ചങ്ങരംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ചികിത്സ തേടി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ്
MLA സ്കൂളിലെത്തിയത്. സ്കൂൾ അധികൃതരുമായി പ്രശ്നത്തിന്റെ ഗൗരവം ചർച്ച ചെയ്യുകയും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. എത്രയും പെട്ടെന്ന് കിണർ വെള്ളം പരിശോധന നടത്താനും ഫലം വരുന്നതുവരെ ആശുപത്രിയിലുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സ്കൂൾ മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ മെഡിക്കൽ സെന്ററിൽ നിന്നും വിദഗ്ധ സംഘത്തെ എത്തിച്ച് കൂടുതൽ പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കൂളിൽ ക്യാമ്പ് നടത്താനും MLA നിർദ്ദേശിച്ചു. അൻസാർ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി ആളുകളെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഔട്ട് പേഷ്യൻ്റായി പരിശോധന നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൻസാറിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമായ ആശുപത്രിയിൽ അൻസാർ ഹോസ്പിറ്റലിൽ 22 കുട്ടികളുണ്ട്. ഇന്ന് രാവിലെയും ചിലർ വരുന്നുണ്ട്. മുൻപ് ചെറിയ കുട്ടികൾക്കാണ് ഇത് കണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് കണ്ടിരുന്നു. വയറുവേദന, ഛർദി, പനി, പിന്നെ ലൂസ് മോഷൻ, ഇതാണ് ഈ കുട്ടികളുടെ പൊതുവായ ലക്ഷണം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലാബ് പരിശോധന കഴിഞ്ഞൊരു കൃത്യമായ എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് കാണണം. ഒരു ഊഹം പറയുന്നു ഇവിടുത്തെ വെള്ളത്തിൽ നിന്നാണ് അത് ഉണ്ടായത് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ഉൾപ്പെടെ പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനോട്, ജില്ലാ കളക്ടറോട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നൊരു പരിശോധന നടത്തി ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും ഇപ്പോൾ ചികിത്സ ആവശ്യമുള്ള മുഴുവൻ കുട്ടികൾക്കും ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരിൽ നിന്ന് പണം ഈടാക്കരുതെന്നും മറ്റാശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണമെന്നും MLA നിർദ്ദേശിച്ചു. 5000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ആരോഗ്യ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശിച്ച പല പ്രവൃത്തികളും നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ആരോപണമുന്നയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന D-സോൺ കലോത്സവത്തിൽ 6000-ത്തോളം പേർ പങ്കെടുത്ത വിവരം പഞ്ചായത്തിനെ സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്നുതന്നെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ചികിത്സ ലഭ്യമാക്കേണ്ട ആളുകൾ സ്കൂളോ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. ജില്ലാ കളക്ടറും DMOയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DDയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൻ്റെ വസ്തുത പരിശോധിച്ച് മാനേജ്മെൻറ്റുമായും അതുപോലെ തന്നെ പഞ്ചായത്തും മറ്റെല്ലാവരുമായിട്ട് ആലോചിച്ച് ആവശ്യമായ നടപടികൾ തുടർന്ന് സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. പക്ഷെ വന്ന പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായി പിന്തുണ നൽകും. രക്ഷിതാക്കളുടെ, കുട്ടികളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം വളരെ ഗൗരവപൂർവ്വം തന്നെ കണ്ട് ആവശ്യമായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഘോഷ് പൂവത്തിങ്കൽ, അജിത് കുമാർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പിലശ്ശേരി ചെറുമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF പള്ളിക്കുളം മേഖലാ കമ്മിറ്റി കഴിഞ്ഞ 5 ദിവസമായി നടത്തി വന്നിരുന്ന ഉപവാസ സമരം സമാപിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ടും തകർന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളാണ് UDFന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇനിയും റോഡിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് തയ്യാറാകുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് പറഞ്ഞു. വിവിധ ദിവസങ്ങളിൽ ഉപവാസമനുഷ്ഠിച്ച പ്രവർത്തകരെ ഹാരാർപ്പണം നടത്തി. തിപ്പിലശ്ശേരി സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കടവലൂർ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കടവലൂർ പഞ്ചായത്ത് അംഗവുമായ സുഹൈൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർമാരായ KP ദിവ്യ, ബിനി സുഭാഷ്, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KK ഉസ്മാൻ, MSF ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ്, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നിഹാൽ എന്നിവർ സംസാരിച്ചു. നേരത്തെ പള്ളിക്കുളത്തു നിന്നും പന്തം കൊളുത്തി പ്രകടനവും സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. 50 നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ടാണ് കരിക്കുറി തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന വിഭൂതി തിരുനാൾ ദേവാലയങ്ങളിൽ ആചരിച്ചത്. മുൻവർഷത്തെ ഓശാന ഞായറാഴ്ചയിലെ വെഞ്ചരിച്ച കുരുത്തോല കത്തിച്ചുണ്ടാക്കുന്ന ചാരമാണ് നെറ്റിയിൽ പൂശുന്നത്. മാനസാന്തരം, ഉപവാസം, പ്രാർത്ഥന എന്നിവയ്ക്ക് വിഭൂതി തിരുനാൾ ദിനത്തിൽ തുടക്കമിടുന്നതോടെയാണ് വലിയ നോമ്പാചരണത്തിലേക്ക് കത്തോലിക്ക വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡ, സഹനവും മരണവും ഉത്ഥാനവും സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ നോമ്പാചരിക്കുന്നത്. മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ മുഖ്യകാർമ്മികനായി.
കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, സി കെ ജോയ്, എം ജെ ജോഷി, സി ടി സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാൻഡിയോ എലുവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാൻഡിയോ എലുവത്തിങ്കൽ വിഭൂതിയുടെ സന്ദേശം നൽകി. കൈക്കാരന്മാരായ കെ എ ബേബി, എം കെ ജോഷി, കെ എ രാജു, ജോയ് ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വിഭൂതി പെരുന്നാൾ ഭക്തിനിർഭരമായി ആചരിച്ചു. രാവിലെ നടന്ന പ്രത്യേക വിശുദ്ധ കുർബാനയ്ക്കും വിഭൂതി ശുശ്രൂഷയ്ക്കും വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നോമ്പിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പള്ളിയിൽ പ്രത്യേക കുരിശിന്റെ വഴിയും ധ്യാനവും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ കലാതിലകമായ വൈദേഹിയെ ആദരിച്ചു. വേലൂർ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയാണ് വൈദേഹി. തൃശൂരിൽ നടന്ന തില്ലാന കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനവും ഫാൻസി ഡ്രസ് മത്സരത്തിൽ 2ാം സ്ഥാനവുമാണ് ലഭിച്ചത്. തേയിലത്തോട്ടത്തിൽ വെച്ച് നടന്ന വന്യമൃഗ ആക്രമണമാണ് സംസ്ഥാനതല കലോത്സവത്തിൽ വൈദേഹി വേദിയിൽ അവതരിപ്പിച്ചത്. ഭാവത്തിനൊപ്പം ചടുലതയാർന്ന നൃത്തച്ചുവടുകളുമായാണ് കലാതിലകമായത്. റിട്ടയർഡ് സംസ്കൃത അധ്യാപകരായ വേലൂർ തുണ്ടത്ത് TC സജീവിൻ്റെയും ഷീലയുടെയും മകളാണ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ വൈദേഹിയെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ഷൈനി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ സജയ് ജോസും ഫാദർ അജിൻ ചാക്കോയും ഫാദർ മെൽവിൻ മാത്യുവും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് ശുഭ്കോന ശുശ്രൂഷ നടത്തി. തുടർന്നുള്ള 50 ദിവസങ്ങളിലും ദേവാലയങ്ങളിൽ നോമ്പിലെ പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും ഉണ്ടാകും. പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2026-27 വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായി ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സതീശൻ 2026-27 വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിബിൻ കണ്ണൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനി പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ബിന്ദു ധർമ്മൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV പ്രശാന്ത്, ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായ തിറയും പൂതനും 18 കാവുകളിലെ ദേശങ്ങളിലേക്ക് ദേവീയ പ്രയാണം ആരംഭിച്ചു. മുഖത്ത് അരിമാവ് കോലമണിഞ്ഞ് ചിലമ്പൊലിയും മണിക്കലുക്കവുമായി നൂറ്റാണ്ടുകാലത്തെ ചരിത്രവുമായാണ് ഇവർ ഭരണിവേലയിൽ കാവുകയറുക. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഭഗവതി കാവുകളിൽ തിറയും പൂതനും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത്. ദേശദേശാന്തരം വീടുകളിൽ ചെന്ന് വേലയുടെ സന്ദേശമെത്തിച്ച് ദേശമാകെ ഉത്സവചായ നിറയ്ക്കുന്ന പ്രയാണത്തിന് പണ്ട് ചെറുബാല്യങ്ങൾ പിൻപറ്റിയിരുന്നു. അവകാശക്കാരായ വെണ്ടിലശ്ശേരി കേളുമകൻ ത്യാഗരാജനാണ് ഇപ്പോൾ തിറയ്ക്കും പൂതനും നേതൃത്വം നൽകുന്നത്. കുതിരവേലയിൽ ദേശവേലകളിൽ ഭരണിനാളാണ് തിറയും പൂതനും ക്ഷേത്രപറമ്പിലെത്തുക. തയ്യൂർ ദേശകുതിര ക്ഷേത്രമതിൽ കെട്ടിനുള്ളിലെ ഹനുമാൻ ആലിന് സമീപമെത്തിയാൽ തിറയും പൂതനും അമ്പലപ്പറമ്പിൽ പ്രവേശിക്കുകയും മതിൽക്കെട്ടിനു പുറത്ത് തെക്കുവശത്ത് ദേവിക്ക് വേണ്ടി നടനം ചെയ്യുകയും ദേവിയെ തൊഴുതുമടങ്ങുകയും ചെയ്യും. ക്ഷേത്രത്തിലെത്തിയ ദേശവേലയെ ട്രസ്റ്റി ശിവദാസ് പെരുവഴിക്കാട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്ത് പറമ്പിൽ തുടങ്ങിയവർ സ്വീകരിച്ചു. ക്ഷേത്രകോമരം അരിയേറിനെ അനുഗ്രഹിച്ചതിനു ശേഷം ഭഗവതിക്ക് മുമ്പിൽ നടനം ചെയ്താണ് തിറയും പൂതനും ദേശപ്രയാണം ആരംഭിച്ചത്. പോർക്കുളം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല ഭരണസമിതി അംഗങ്ങളായ തമ്പി ജോബിനെയും വിജിത പ്രജിയെയും വായനശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ പ്രമോദ് മാധവൻ, ശ്രേയ KS, PK മോഹൻദാസ്, സൽമ കൊച്ചു എന്നിവർ സംസാരിച്ചു. ചരമം. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ കാണംകോട്ട് അപ്പക്കുട്ടൻ മകൻ സൂര്യൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. LIC ഏജന്റായിരുന്നു പരേതൻ. കാർത്തിയായനി മാതാവും മിനി ഭാര്യയുമാണ്. സ്വാതി, നീതു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.